Hi dears, welcome back to Salem and it's me, Shahid Ramzan. ഇപ്പോൾ 10th CBSE കുട്ടികളാണ്. നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഒരു ലൈവ് നിങ്ങൾക്ക് ഇന്ന് 7:30 ഉണ്ട്. അത് മറക്കണ്ട. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാളാണ് യൂസ് ചെയ്തുകൊണ്ട് ആ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. നിങ്ങൾക്കൊരു മധുരം തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതായത് മറ്റൊന്നല്ല, അസേഷൻ ആൻഡ് റീസണിങ് എന്ന് പറയുന്ന രണ്ട് പാർട്ടിൽ നിന്ന്, അസേഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും നിങ്ങളുടെ എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിലും വന്നാൽ എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയ ഒരു 2 ക്വസ്റ്റ്യൻസ് വെച്ചുള്ള ഒരു എക്സാമ്പിൾ സീരീസ് ആണ് ഞാനിപ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്നും ഇതിന് മുമ്പേ നമ്മൾ കണ്ട 2 ക്വസ്റ്റ്യൻസ് കാണിക്കുകയാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാം അസേഷൻ ആൻഡ് റീസൺ വന്നാൽ എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ എന്നൊക്കെ നിങ്ങൾ പഠിച്ചൊരു ആൾക്കാരാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ എങ്ങനെ അതിന് ആൻസർ കാണണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ അസേഷൻ ഇങ്ങനെയാണ്: ഇഫ് nth ടേം ഓഫ് ആൻ AP is 7 - 4n, അല്ലെ, ഒരു n തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് -4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? -4 ആണ്. റീസൺ ആയിട്ട് പറയുന്നത് കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ an+1 - an, അല്ലെ, an+1 - an എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അത് പോസിബിൾ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 4 കണ്ടീഷൻ ആണ് അതിലുണ്ടാവുക. അസേഷനും റീസണും കറക്റ്റ് ആവും. അസേഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ ഫാൾസ് ആണ്. രണ്ടും ഫാൾസ് ആണ്. ഒന്ന് ഫാൾസ്, ഒന്ന് ട്രൂ. ആ രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ വരിക. ആ 4 ഓപ്ഷനിൽ ഈ ഓപ്ഷൻ ഒന്നും മാറ്റം ഉണ്ടാവില്ല. ആകെ ചോദ്യത്തിന് മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. സോ ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ നമുക്ക് അസേഷൻ എന്താണ് കറക്റ്റ് മനസ്സിലാക്കണം. ഇവിടെ തന്നിരിക്കുന്ന an ആണ് ഇതിന്റെ അസേഷൻ എന്ന് പറയുന്നത്. an is equal to 7 - 4n ആണ്, അല്ലെ. അപ്പൊ നമ്മൾ നിങ്ങളൊരു ട്രിക്ക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. n-ന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് അതിന്റെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. അത് -4. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അസേഷൻ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് അറിയാത്ത ആളുകൾ ആസ് യൂഷ്വൽ മെത്തേഡിൽ a1 കണ്ടുപിടിക്കുക. സോ 7 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. a2 കണ്ടുപിടിക്കുക. 7 - 4 × 2. 7 - 4 × 2 ആണ് 7 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പൊ അതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. a2 - a1 ആണ്. സോ -4. ഇങ്ങനെ ആസ് യൂഷ്വൽ മെത്തേഡിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അസേഷൻ കറക്റ്റ് ആണ്. ഇനി നമുക്ക് റീസൺ ആണ് നോക്കേണ്ടത്. സോ റീസൺ നോക്കുന്ന സമയത്ത് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ റീസൺ എന്ന് പറയുന്നത് an+1 - an എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് എന്താണ്? d is equal to a2 - a1 എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ. d is equal to a2 - a1, അല്ലെങ്കിൽ a3 - a2, അല്ലെങ്കിൽ a4 - a3. അതായത് ഒരു ടേമിൽ നിന്നും തൊട്ട് താഴെയുള്ള ടേം അങ്ങ് കുറയ്ക്കുക. തൊട്ട് താഴെയുള്ള, അതിലപ്പുറം പാടില്ല. നമുക്ക് ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. an+1 ഇവിടെ അടിയിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ +1 ഇവിടെ മുകളിലാണ് വന്നത്. an+1 ആണ്. an+1 ആണ്. an+1 - an. ഓക്കെ, an+1 - an. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി. ഒരു വലിയ ടോപ്പിക് നമ്പറിൽ നിന്നും തൊട്ട് മുമ്പത്തെ നമ്പർ കുറയ്ക്കാം. അപ്പൊ നമുക്ക് d കിട്ടും. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് an+1 എന്ന് പറഞ്ഞാൽ എന്താടാ? an എന്നാൽ a+n - 1 × d ആണ്. അപ്പൊ an+1 എന്ന് പറഞ്ഞാൽ എന്താ? a+n പകരം n+1 വരും. n - 1 × d അങ്ങനെയാണ് വരും an+1. സോ a+ ബ്രാക്കറ്റ് രണ്ടെണ്ണുണ്ട്. n+1 - 1 × d. സോ എന്ത് കിട്ടും? a+dn ഇങ്ങനെ കിട്ടും. ഇതാണ് an+1 എന്ന് പറയുന്നത്. സോ എന്താണ് an എന്ന് പറഞ്ഞാൽ? an എന്ന് പറഞ്ഞാൽ എന്താ? a+n - 1 × d. സോ ഇത് നമുക്ക് ചെറുതാക്കി ഇതാണെങ്കിൽ a+dn - d എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് വിഭാഗം. അപ്പൊ d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അതിൽ തന്നിട്ടുണ്ട്. ആ മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ a+dn മൈനസ് a+dn - d ചെയ്തു പോകുമ്പോൾ a+dn - a - dn + d ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? d കിട്ടി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെരിഫൈ ചെയ്യണമെന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ എ. സിമ്പിൾ ആണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിൽ പോകുന്ന സമയത്ത് ഇതേ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ആ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്.
അപ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് കോമൺ ഡിഫറൻസ് എന്താണ് 4 ആണ്, കറക്റ്റ് ആണ്. പസേഷൻ കറക്റ്റ് ആണ്. റീസൺ പറഞ്ഞിരിക്കുന്നത് കോമൺ ഡിഫറൻസ് ഓഫ് ദി AP A+D A+2D എക്സെട്ര ഈസ് ഗിവൺ ബൈ A2 - A1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി പോയി അല്ലേ. അപ്പം ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ലൈവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്താ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ലെവൽ കൂടിയ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ലൈവിലേക്ക് ക്ഷണിക്കുകയാണ്. സോ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. ബൈ.